ധീരജ്, ഇതൊരാളുടെ കഥയല്ല. ചെറുപട്ടണങ്ങൾ മഹാനഗരങ്ങളായി മാറിയപ്പോൾ നഗരത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ട ഏതൊരു സാധാരണക്കാരൻ്റെയും കഥയാണ്. തൻ്റെ ജോലിയിൽ നിന്നും നഗരജീവിതത്തിന് അനുയോജ്യമായ വരുമാനമില്ലാത്ത ഓരായിരം ധീരജ്മാരുടെ കഥ. സോറിടാ, കുറച്ച് ലേറ്റായി. എത്ര സമയമായി നീ വന്നിട്ട്? 1 മണിക്കൂർ കാണും. നിനക്ക് വേറെ ഒരു സ്ഥലവും കിട്ടിയില്ലേ? ആക്ച്വലി ഐ എം സോ സോറി. വണ്ടി MG റോഡിൽ നിർത്തിച്ചു. ആര് നിർത്തിച്ചു? ഒരു റാലി ഉണ്ടായിരുന്നു. ഓൾറെഡി മെട്രോയുടെ പണി നടക്കുക. പോരാത്ത ഇനി മുടിഞ്ഞ റാലി. പിന്നെ ഷേണായിസിൻ്റെ അവിടെ നിന്ന് ബസ് കയറിയാ ഇവിടം വരെ എത്തിയ. വിയർത്ത് നാശമായി. ആകെ ഡള്ളായല്ലോ. ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആരുടെ റാലി ആയിരുന്നു? റാലി ആരുടെ ആയിരുന്നു? ഈ ചൂലൊക്കെ കൊണ്ട് നടക്കുന്ന ഒരു അങ്ങേരില്ലേ? അരവിന്ദ് കെജ്രിവാൾ. അതന്നെ. അങ്ങേരെ സപ്പോർട്ട് ചെയ്തുള്ള യങ്സ്റ്റേഴ്സിന്റെ റാലി ഉണ്ടായിരുന്നു. സൗത്ത് മൊത്തം ബ്ലോക്കായി. നീ പറയൂ. നിനക്കെന്താ തോന്നുന്നേ ഇതിനെക്കുറിച്ച്? ഏതിനെക്കുറിച്ച്? ഈ കറപ്ഷനെതിരെയുള്ള സമരത്തെക്കുറിച്ച്. ഇതാണോ ഫോണിൽ പറയാൻ പറ്റാത്ത കാര്യം? കറപ്ഷനിൽ എന്താ തെറ്റ്? നമ്മൾ ഗുരുവായൂരിൽ പോയി ഭഗവാനെ പ്രാർത്ഥിച്ച് ഭണ്ഡാരത്തിൽ പൈസ ഇടുന്ന പിന്നെ എന്തിനാ? ദൈവങ്ങൾ പോലും കൈക്കൂലി വാങ്ങിച്ചല്ലേ കാര്യങ്ങൾ സാധിച്ചു തരുന്നത്.
ഐ ബിലീവ് ഇൻ ഗോഡ്, ഐ ബിലീവ് ഇൻ കറപ്ഷൻ. ഇപ്പൊ പറ, എന്ത് കാര്യത്തിനാണ് എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത്? അത് ഞാൻ നിന്നോടൊരു പ്രാവശ്യം പ്ലീസ് ഇനിയും പറയല്ലേ. ഐ ലവ് യു. ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നില്ല, മനസ്സിലായല്ലോ? ആ, നീ ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. ആണോ? നിന്റെ മുഖഭാവം കണ്ടാ തോന്നല്ലോ ആദ്യമായിട്ടാ പറയാന്ന്. നല്ല ചൂടില്ലേ? ഞാൻ കൂൾ ഡ്രിങ്ക്സ് ഓർഡർ ചെയ്യട്ടെ? സി, ഇത് നമ്മുടെ അവസാനത്തെ മീറ്റിംഗ് ആണ്. ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞു തളർന്നു. മതി. എന്നാ പിന്നെ ഇഷ്ടമെന്ന് പറഞ്ഞോടെ? ആ, ഈ ഡയലോഗ് നീ ലാസ്റ്റ് ടൈം പറഞ്ഞിരുന്നു. ഞാനും തളർന്നിട്ടുണ്ട് ഈ ഇഷ്ടല്ല എന്ന് കേട്ട്. നമുക്ക് നല്ല രീതിയിൽ പിരിയാം. സോറി. പ്ലീസ് ഇനി പിന്നെ സീനാക്കല്ലേ കേട്ടോ. ഐം സോറി. മീറ്റ് ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്യില്ലേ പ്ലീസ്? എൻ്റെ കസിൻ അവളെന്നോട് അന്നേ പറഞ്ഞതാ നിന്നെ മീറ്റ് ചെയ്യണ്ടെന്ന്. അതെന്താ? മീറ്റ് ചെയ്താൽ തെറ്റിദ്ധരിക്കുമല്ലോ ഞാൻ എന്നേലും നീ പറയുന്നത് സമ്മതിക്കുമെന്ന്. ഓ, തെറ്റിദ്ധാരണ. നിന്റെ ഈ കസിൻ എന്താ വല്ല പ്രോബ്ലം ഉണ്ടോ? ഏത് കസിൻ? എന്നോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ലല്ലോ. അവളെന്താ ചെയ്യുന്നേ? എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോടാണോ പറയണേ? അവളൊരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയിലാ. ഈ ഈവന്റ് മാനേജ്മെന്റിന് പോകുന്ന പെണ്ണുങ്ങളെല്ലാം ഏത് ടൈപ്പാന്ന് എല്ലാവർക്കും അറിയാം. ഏയ് നിർത്ത് ട്രാപ്പ്. നീ നിന്റെ കാര്യം നോക്കിയാ മതി. പറയുന്നതാണോ തെറ്റ്? ചെയ്യുന്നത് തെറ്റില്ലേ? ധീരജ്, ഇത് ജോൺ ബ്രിട്ടാസിന്റെ ടോക്ക് ഷോ ഒന്നും അല്ല ഇങ്ങനെ കൗണ്ടർ പറഞ്ഞുകൊണ്ടിരിക്കാൻ. ഞാൻ സിമ്പിൾ ആയിട്ടൊരു കാര്യം നിന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. എനിക്ക് നിന്നെ ഇഷ്ടപ്പെടാനാവില്ല. എനിക്കറിയില്ല നീ അതെന്താ മനസ്സിലാക്കാത്തേന്ന്. ഇഷ്ടപ്പെടാനാവില്ല എന്നല്ല, ഒരിക്കൽ പോലും നീ അതിന് ശ്രമിച്ചിട്ടില്ല എന്നല്ല ശരി അല്ലേ? അല്ലേ വർഷ? നിന്റെ ഈ പ്രാന്ത് കേൾക്കാൻ എനിക്ക് സമയമില്ല. ഐ ആം ലീവിങ്. ബൈ. വർഷ നിക്ക്. അങ്ങനെങ്കിൽ നീ ആദ്യം മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ്ങിന് പോയി. അത് 3 പ്രാവശ്യം എഴുതി, കിട്ടിയില്ല. പിന്നെ MBA, അത് ഫസ്റ്റ് സമയത്ത് തന്നെ നിർത്തി. മ്യൂസിക് പഠിക്കാൻ പോയി. ഈ റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുക്കാൻ. അത് മുഴുമിക്കാതെയല്ലേ നിന്റെ ഈ ഫാഷൻ ഡിസൈനിങ് കോഴ്സ്? ധീരജ്, നീ എന്നെ ഇപ്പോ ഇവിടെ എന്തിനു വിളിച്ചു വരുത്തി? അത് മാത്രം പറഞ്ഞാൽ മതി. എനിക്ക് നിന്നെ ഇഷ്ടമാണ് വർഷ. ഇതിനുള്ള ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. ഇതാണോ ഫോണിൽ പറയാൻ പറ്റാത്ത കാര്യം? എൻ്റെ വീട്ടിൽ കാശില്ല. എനിക്ക് പിന്നെ ഫാദിനെയോ ദുൽഖറിനെ പോലെ പ്രപ്പോസ് ചെയ്യാനോ അറിയില്ല. നിനക്ക് മനുഷ്യനെ പോലെ പെരുമാറാനേ അറിയില്ല. ക്രാപ്പ്. ഞാൻ മിഡിൽ ക്ലാസ് വീട്ടിൽ നിന്നായോണ്ടല്ലേ നിനക്കെന്നെ ഇഷ്ടമില്ലാത്ത. എൻ്റെ അച്ഛൻ പെൻഷനായി. എനിക്ക് ബൈക്കില്ല, ATM കാർഡില്ല, വീട്ടിൽ നിന്ന് പോക്കറ്റ് മണിയും കിട്ടില്ല. ഇതൊക്കെ അറിഞ്ഞോണ്ടല്ലേ നിനക്കെന്നെ ഇഷ്ടമില്ലാത്ത. അല്ലേ വർഷ? അല്ലേ? പറ. ധീരജ്, സത്യമായിട്ട് നിനക്ക് തലയ്ക്ക് സുഖമില്ലേ? നിക്ക് വർഷ. HCl means hydrochloric acid, which is a solution of hydrogen chloride in water. That is highly corrosive. Strong mineral acid with many industrial uses. It is found naturally in gastric acid. It has numerous small-scale applications, including household cleaning, lab applications, production of gelatin and other food additives, rescaling and leather processing. ഇതെല്ലാം എന്നോട് എന്തിനാ പറയണേ? ഇത് ഞാൻ വിക്കിപീഡിയയിൽ നിന്ന് കോപ്പി ചെയ്താ. പാകിസ്ഥാനിലൊക്കെ ഈ ഹിജാബ് ധരിക്കാതെ പെമ്പിള്ളേരെ മുഖത്തേക്ക് അവർ തൊഴിക്കും. പിന്നെ ഉത്തരേന്ത്യയിൽ ഈ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് അവിടെയൊക്കെ ഇത് എന്തിനാ യൂസ് ചെയ്യുന്നറിയോ? കല്യാണം അയക്കാൻ പ്രപ്പോസ് ചെയ്തിട്ട് സമ്മതിക്കാതെ പെണ്ണുങ്ങളുടെ. നീ എന്റെ മേൽ ആസിഡ് ഒഴിക്കോ? ഒഴിക്കോ? നോട്ട് പോസിബിൾ. എന്തേ? നീ ഒഴിക്കില്ല. എനിക്കറിയാം അത് നടക്കില്ലെന്ന്. കാരണം ഞാൻ സാധാരണക്കാരനാണ്. എന്നെപ്പോലുള്ളവരെ ഈ കൊച്ചിയിൽ എവിടെയും കാണാൻ പറ്റില്ലല്ലോ. എവിടെയും ചത്ത് കിടക്കുന്ന പോലും കാണാൻ പറ്റില്ല. അതോ നിനക്ക് തോന്നുന്നുണ്ടോ ഈ ഗുണ്ടകളുടെയും കൊട്ടേഷൻ ഗ്യാങ്ങുകളുടെയും കയ്യിൽ മാത്രമേ ആസിഡ് ഉണ്ടാവുള്ളൂ എന്ന്? തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടോ? നിനക്ക് തോന്നുന്നുണ്ടോ നിന്റെ ഈ ബോട്ടിൽ ആസിഡ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു? ഞാനെന്റെ മോന്തയിൽ ഒഴിക്കണോ? നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഇത് വിശ്വസിച്ചു? ഒരു കാര്യം ശരിയാ, ആസിഡും വെള്ളവും കണ്ട ഒരുപോലെ ഇരിക്കുള്ളൂ. മുഖത്തേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ 3 സെക്കൻഡ് വരെ ഒന്നും സംഭവിക്കില്ല. 3 സെക്കൻഡ് കഴിഞ്ഞാൽ മുഖത്തെ ഇറച്ചിയെല്ലാം ഉരുക്കി ഒലിച്ചിറങ്ങും. ഇരിക്കി, അവിടെ ഇരിക്കി. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ നീ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചേ അടങ്ങും.
25 വയസ്സായി എനിക്ക്. ഈ കോൾ സെൻറ്ററിലെ ജോലിയൊന്നും എൻ്റെ അംബിഷൻ ഫുൾഫിൽ ചെയ്യുന്നില്ല. എന്തെങ്കിലും ബിസിനസ് തുടങ്ങാമെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ അതിനുള്ള പൈസയില്ല. പിന്നെ കൊട്ടേഷൻ ടീമിൽ കയറാൻ പറ്റുമോ? ഞാൻ ജീൻസ് ഇടാറില്ല, ബ്രിൽക്കിനും ഉപയോഗിക്കാറില്ല, ഫെയർനെസ്സും യൂസ് ചെയ്യാറില്ല, ജിമ്മിലും പോകാറില്ല. റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാനുള്ള വല്ല ടാലൻ്റ് ഉണ്ടോ എനിക്ക്? വർഷ, നീയാണ് എൻ്റെ ലാസ്റ്റ് ഹോപ്പ്. നീയും കൂടെ എങ്ങനെ ചെയ്താ ഞാൻ എവിടെ പോവും? പറയ്. നീ നോ പറയുന്നത് കേൾക്കുന്നതൊക്കെ നല്ലത് ശരിക്കും മരിക്കുന്നതാ. വർഷം നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ആസിഡ് ഒഴിച്ചാൽ മുഖം പൊള്ളുകയുള്ളൂ, മരിക്കുന്നില്ലല്ലോ. എല്ലാ ദിവസവും കണ്ണാടിയിൽ നോക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതിയെന്ന് തോന്നും. മരണത്തിന് വേണ്ടി നീ ശരിക്കും പ്രാർത്ഥിക്കും, അറിയോ? നമ്മൾ എന്തിനാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്? ഇതിൻ്റെ പോസിറ്റീവ് സൈഡൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ എത്ര നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നീ സന്തോഷമായിരിക്കാൻ ഞാൻ എന്തും ചെയ്യില്ലേ? അത് നിനക്ക് അറിഞ്ഞൂടെ? ഫോഴ്സ് ചെയ്ത് പ്രണയിപ്പിക്കാണോ നീ? ഇതാണോ ഫോഴ്സ്? നീമ്പോളിയും ആസിഫ് അലിയും അവരുടെ പടങ്ങളിൽ മാസങ്ങളോളം ഫോഴ്സ് ചെയ്ത് പിന്നാലെ നടന്ന് പ്രണയിക്കുന്നില്ലേ? അവർ ഫോഴ്സ് ചെയ്ത പ്രശ്നമല്ലല്ലേ? എനിക്ക് മാത്രം ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. നിനക്കിപ്പോ എന്താ വേണ്ടേ? എൻ്റെ കൂടെ വാ. കാക്കനാട് വീഗാലൻ്റെ അവിടെ കുന്നിൻ്റെ മുകളിൽ. നിന്നെ ഞാൻ ആദ്യമായി കാണുന്നത് അവിടെ വെച്ചായിരുന്നു. മഴക്കാലത്ത് കാറ്റടിക്കുന്നുണ്ടായിരുന്നു. നിൻ്റെ കയ്യിലെ നീലക്കുട അത് മലക്കമറിയുന്നത് ശരിയാക്കാൻ നീ പാടുപെടുന്നുണ്ടായിരുന്നു. ആ കുട നിൻ്റെ തന്നെയായിരുന്നു. പിന്നെ നീ 10ലെ പരീക്ഷയ്ക്ക് ടെറസിൻ്റെ മുകളിൽ നിന്ന് നടന്നു പഠിക്കുന്നതും പിന്നെ +2 വൈകിയെത്തുമ്പോൾ സ്റ്റോപ്പിൽ നിന്ന് ബസ്സിന് പിന്നാലെ ഓടുന്നതും ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഡിഗ്രിക്ക് സ്റ്റഡി ടൂർ പോയപ്പോൾ കെമിസ്ട്രിയിലെ സമീറിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തില്ലേ ഒന്നിച്ച് നിന്ന്, ഈ സെൽഫി. പിന്നെ സൂയിസൈഡ് പോയിന്റിൽ വെച്ച് അവൻ നിന്നെ കിസ് ചെയ്തു. എല്ലാം ഞാൻ കാണുന്നുണ്ടായിരുന്നു. സമീർ മുസ്ലിം അല്ലേ? അവൻ നിന്നെ കല്യാണം കഴിക്കൂ. എന്നിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? അന്ന് തൊട്ട് നിന്നെ ഞാൻ കാണുന്നില്ലേ? പിന്നൊരു കാര്യം വർഷ, നിനക്കറിയില്ല നീ എത്ര സുന്ദരിയാണെന്ന്. അതുമാത്രമല്ല, ഞാനിങ്ങനെ പ്രപ്പോസ് ചെയ്യുന്നത് ശരിയല്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടാവും. എന്നെപ്പോലുള്ളവർ പ്രപ്പോസ് ചെയ്യുമ്പോൾ അത് പ്രണയമല്ല, കാമമാണ് ചിലപ്പോൾ തോന്നും. കാരണം എന്നെപ്പോലുള്ള പയ്യന്മാർ നിന്നെപ്പോലുള്ള ഗേൾസിനെ പ്രണയിക്കാൻ എല്ലോട് തന്നെ അല്ലല്ലോ. ലവ് ലെറ്റർ എഴുതാനൊന്നും എനിക്കറിയില്ല, ഫോണിൽ പാട്ട് പാടാനും. എന്നുവെച്ചാൽ എന്താ, ഇന്ന് ഇവിടെ ഇന്നത്തെ ഈ ഡേറ്റിൽ എൻ്റെ മുന്നിൽ ഞാനിരിക്കുമ്പോൾ ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും ലക്കിസ്റ്റ് പോയി അത് ഞാനല്ലേ വർഷ? അല്ലേ? പറ, അല്ലേ? പക്ഷേ ഇന്ന് നീ എൻ്റെ പ്രണയം നിശ്ചയിച്ച ലോകത്തിലെ ഏറ്റവും നിർഭാഗ്യവാൻ അത് ഞാനായി മാറും. നിന്നോട് പറയാനുള്ള ഡയലോഗ് എഴുതരാൻ എൻ്റെ കൂടെ സ്ക്രിപ്റ്റ് റൈറ്റർ ഒന്നുമില്ല. പിന്നെ ബാംഗ്ലൂർ ഡേയ്സിലെ ദുൽഖറിനെ പോലെ അവസാന നിമിഷം ജയിച്ചിട്ട് വരാനും എന്നെക്കൊണ്ട് കഴിയില്ല. യു ആർ ടു ഫിൽമി ധീരജ്. അറിയോ, നീ ആ ലക്കിയസ്റ്റ് ബോയ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കെന്തോ തോന്നി. പക്ഷേ ഞാനൊരുമാതിരി ബി ഗ്രേഡ് ഹിന്ദി ഫിലിംസിലെ ഹീറോയിനെ പോലെ. എന്താ നീ പറയണേ? തേങ്ങ നമുക്ക് വട്ട, ശരിക്കും വട്ട. ചുമ്മാ സീനാക്കാതെ നീ പോയി ജ്യൂസ് എന്തേലും ഓർഡർ ചെയ്തേ. എനിക്ക് ജ്യൂസ് വാങ്ങി തരുന്നുണ്ടോ അതോ ഞാൻ ഈ ആസിഡ് എടുത്ത് കുടിക്കണോ? നിനക്കത് ശരിക്കും ആൻസറാണ് തോന്നുന്നത്.
ഇത് ആസിഡൊന്നുമല്ല. എന്നെപ്പോലെ ഒരാൾക്ക് ഏത് കെമിക്കലിലാണ് വരാം ഈ ആസിഡൊക്കെ തരിക? പറ, നിനക്ക് എന്ത് ജ്യൂസാണ് വേണ്ടേ? യു ഫക്കിംഗ് ലൂസർ. നീ എന്ത് തേങ്ങയാടാ വിചാരിച്ചേ? നിന്റെ ഈ മൂന്നാം കിട സിനിമ ഡയലോഗ് കേട്ടാ ഞാനെല്ലാം സമ്മതിക്കുമെന്നോ? ആണോടാ ആണോടാ പട്ടി തെണ്ടി ക്രാപ്പ്. നോ, ഐ ക്യാൻ ഹാൻഡിൽ ദിസ്. താങ്ക് യു. നിന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഞാൻ നോ പറഞ്ഞതല്ല, മൊത്തം ലോകം തന്നെ നിന്നെ പോലൊരു പ്രാന്തനെ ആവശ്യമില്ല. അതാണ് നിന്റെ പ്രോബ്ലം. ഹരിയോടാ ഹരിയോടാ പട്ടി. വർഷം എന്താ പറ്റിയ നിനക്ക്? ചുമ്മാ കളിപ്പിക്കുകയാണെങ്കിൽ വേണ്ട കേട്ടോ. നീ എന്ത് തേങ്ങയാടാ വിചാരിച്ച്? നീ ഫോഴ്സ് ചെയ്താൽ അന്നേരം തന്നെ നിന്നെ പ്രേമിക്കാൻ നീ ആരാടാ? പൃഥ്വിരാജോ? നിന്റെ ഈ ഗുണ്ടായസ് എല്ലാം കണ്ടിട്ട് ഞാൻ പേടിക്കുന്നു നീ വിചാരിച്ചോടാ? തെണ്ടി, നിന്റെ മോഹന്ത പോയി കണ്ണാടിയിൽ നോക്കടാ. ഏതെങ്കിലും കമ്പനി പോയിട്ട് ആ ജോബ് നിനക്ക് കിട്ടിയില്ല, ആ ഇന്റർവ്യൂ ചെയ്ത ആളുടെ മോന്തയിലും നീ ആസിഡ് ഒഴിക്കോടാ? പറ, ഒരു പെണ്ണിന് നിന്നെ ഇഷ്ടമല്ലെങ്കിൽ നിനക്കത് എന്താടാ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തെ? നിന്റെ ഒരു ഷിറ്റി ഡയലോഗ് ഉണ്ടല്ലോ, എന്താ അത്? പെണ്ണ് യെസ് പറഞ്ഞാൽ നോ ആണ്, സ്മൈൽ ചെയ്താൽ മാത്രമാ യെസ്. നീ എന്താടാ വിചാരിച്ചേ? എന്നെ കുറിച്ച് എന്താ വിചാരിച്ചേ? എന്നെ അങ്ങ് ഭീഷണിപ്പെടുത്തി ഞാൻ എല്ലാം തന്നെ സംബന്ധിച്ച് നിന്റെ കൂടെ വരുമെന്നോ? നിന്റെ ശരിക്കുള്ള പ്രോബ്ലം എന്താണെന്നറിയാവോ? ഞാൻ നിന്നോട് നോ പറഞ്ഞതല്ല, മൊത്തം ലോകം തന്നെ നിന്നോട് നോ പറഞ്ഞതാ. ക്രാപ്പ്. നീ പറഞ്ഞത് ശരിയാ, നീ ഒരു ആവറേജ് തന്നെയാണ്. അത് നിനക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. അത് ഞാൻ ഇത്രയും കാലം നിന്നോട് പറയാത്ത എന്റെ തെറ്റ്. നീ നോക്കിക്കോ, ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും. നിനക്ക് കാണണോടാ? കാണണോടാ നിനക്ക്? നിന്നോട് എനിക്ക് ദേഷ്യമൊന്നുമല്ല, സിമ്പതിയാ എനിക്ക് തോന്നുന്നത്. നീ ഇത് പോലീസ് റിപ്പോർട്ട് ചെയ്യില്ല, കാരണം നിനക്കറിയാം. ആണോ ആണോ? എനിക്ക് എന്തറിയാം? പറ. ഒരു പ്രാവശ്യം ഞാൻ ജയിലിൽ പോയാൽ തിരികെ വരില്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഞാൻ തിരികെ വന്നാ ഞാൻ നിന്നെ എന്താ ചെയ്യാമെന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോണ്ടാണ് ഗേൾസ് റേപ്പ് കേസ് റിപ്പോർട്ട് ചെയ്യാത്തത്. വർഷ, നോക്ക്, ഇത് ആസിഡ് തന്നെയാ. ഞാൻ നിന്നോട് നുണ പറഞ്ഞതാ. ഓ പിന്നെ, ഇനിയും ഞാൻ നീ പറയുന്നത് വിശ്വസിച്ച് ഇവിടെ ഇരിക്കാൻ എനിക്ക് വട്ടല്ലേ? അവന്റെ ഒരു ആസിഡ്. വർഷ, One, two,